പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ഈ സെഷൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ലൈൻ ഇന്റഗ്രൽസ് ഓഫ് വെക്റ്റർ ഫീൽഡ്സിനെ പറ്റിയാണ് നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ സ്കെയിലാർ ഫീൽഡ്സിനെ പറ്റിയുള്ള ലൈൻ ഇന്റഗ്രൽസിലെ ഇന്റഗ്രേഷൻ എങ്ങനെ ചെയ്യാം ഓവർ എ ഫീൽഡ് നമ്മൾ ഡിസ്കഷൻ നടത്തി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ ഫീൽഡ്സിന്റെ കേസിലുള്ള ലൈൻ ഇന്റഗ്രൽസ് എങ്ങനെ ചെയ്യാം ഓവർ എ കർവ് എന്നുള്ളതാണ്. ഇന്റഗ്രേഷൻ വെക്റ്റർ ഫീൽഡ്സിന്റെ ഇന്റഗ്രൽസ് നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇന്റഗ്രൽസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിനൊരു പർപ്പസും കൂടി ഉണ്ട്. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ഈ വീഡിയോയിലകത്ത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം വെക്റ്റർ ഫീൽഡ്സ് ഇപ്പോൾ ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ. ഇനിയിപ്പോൾ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ എക്സ് വൈ ഇസഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ഇസഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ ഇസഡ് കെ. ഈ രൂപത്തിലാണ് നമ്മുടെ വെക്റ്റർ ഫീൽഡ്സിന്റെ നോഷൻ. ഓക്കെ, നമ്മളൊരു കർവ് എടുക്കുന്നു സി. ഈ കർവിലാണ് നമുക്ക് ഈ വെക്റ്റർ ഫീൽഡ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഫീൽഡിന്റെ പൊസിഷൻ വെക്ടർ ആർ ഓഫ് ടി, പാരാമെട്രൈസേഷൻ എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. 2 വേരിയബിളിന്റെ കേസ് ആണെങ്കിൽ, 3 വേരിയബിളിന്റെ കേസ് ആണെങ്കിൽ എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി കെ. ഓക്കെ, ഇങ്ങനെയാണ് ആ വെക്റ്റർ. അസ്യൂം ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ഒരു പൊസിഷൻ വെക്ടർ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടി ആർ എന്ന് പറയുന്ന ഒരു നോഷൻ കൂടെ ഡിഫൈൻ ചെയ്യാം. സോ വിച്ച് മീൻസ് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. ഓക്കെ, ഓർ ഡി ആർ 3 വേരിയബിളിന്റെ കേസ് ആണെങ്കിൽ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി ഇസഡ് കെ. ഓക്കെ, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും പൊസിഷൻ വെക്ടർ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ ഫീൽഡ് എഫിന്റെ ഇന്റഗ്രൽ ഓവർ എ കർവ് സി എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ഓഫ് എ വെക്ടർ ഫീൽഡ് എന്നത് ഉദ്ദേശിക്കുന്നത് എഫ് ഡോട്ട് ഡി ആർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ക്ലിയർലി ഇന്റഗ്രൽ ഓവർ സി എഫ് നമുക്കറിയാം 2 വേരിയബിളിന്റെ കേസിൽ എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ ഡോട്ട് ഡി ആർ എന്ന് വെച്ചാൽ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ ആണ്. സോ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പം ഇന്റഗ്രൽ ഓവർ സി നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ. ഓക്കെ, നമ്മൾ ഈ ടൈപ്പ് ഇന്റഗ്രൽസ് ലാസ്റ്റിൽ പഠിച്ച വെക്റ്റർ സ്കെയിലാർ ഫീൽഡിന്റെ ഇന്റഗ്രൽസിന്റെ കേസിൽ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഇന്റഗ്രൽസ് ആണ്. ഇനി നമ്മൾ ഇതിനെ പാരാമെട്രൈസ് ചെയ്യുമ്പോൾ എക്സിന് എക്സ് ഓഫ് ടി എന്നും വൈക്ക് വൈ ഓഫ് ടി എന്നും കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ആർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പം ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി, ഈ ഫോമിലുള്ള ഇന്റഗ്രൽ എന്ന് വെച്ചാൽ എക്സ് ഡാഷ് ടി ഡി ടി ആണ്, പ്ലസ് ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി, ഇത് വൈ ഡാഷ് ടി ഡി ടി. നമ്മൾ കാരണം ഇതിന് തൊട്ട് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ ടൈപ്പ് ഓഫ് ഇന്റഗ്രൽസിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സി ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആയപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഈ സി എന്ന് പറയുന്നതിന് പകരം നമുക്ക് പാരാമെട്രൈസേഷൻ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇന്റഗ്രൽ എ ടു ബി എന്ന് ഇവിടെ കൊടുക്കാൻ പറ്റും, ഇവിടെയും ഇന്റഗ്രൽ എ ടു ബി എഫ് എന്ന് കൊടുക്കാൻ പറ്റും. കാരണം നമ്മളിവിടെ പാരാമെട്രൈസേഷൻ സിയുടെ പാരാമെട്രൈസേഷൻ ടിയുടെ വാല്യൂ എ തൊട്ട് ബി വരെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് 3 ഡയമെൻഷൻ കേസ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇവിടെ എഫും ജിയും എച്ചും വരുമെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ രണ്ടാമത്തെ കേസിൽ ഇവിടെ ജി ആണ് വരുന്നത്. ചെറിയ മിസ്റ്റേക്ക് പറ്റി. സോ ഇവിടെ പ്ലസ് ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് വൈ, ഇവിടെ വൈ. ഓക്കെ, ഇവിടെ ഇങ്ങനെ എഫ് ഡോട്ട് ഡി ആർ 3 വേരിയബിളിന്റെ കേസിലാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് 3 പാർട്സ് ഉണ്ട്. എഫിന് എഫ് ജി എച്ച് എന്ന് പറഞ്ഞ 3 പാർട്സ് ഉണ്ട്. അതിന്റെ പൊസിഷൻ വെക്ടറിന് ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് പറഞ്ഞ 3 പാർട്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ കറസ്പോണ്ടിങ് ഇന്റഗ്രൽ എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി, ഇതിന്റെ എക്സ്റ്റൻഷൻ തന്നെ. ഓക്കെ, ഇൻറ്റു എക്സ് ഡാഷ് ടി ഡി ടി
plus integral a to b g of x of t y of t z of t into y dash t dt plus integral a to b h of x of t y of t z of t times z dash t dt. സോ ഇങ്ങനെയാണ് നമ്മൾ എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കുന്നത്. ഇനി എന്താണ് ഈ എഫ് ഡോട്ട് ഡി ആറിന്റെ ഉദ്ദേശം? എന്തിനാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നതിന്റെ ഉദ്ദേശം, ദിസ് ഈസ് ആക്ച്വലി എ നോഷൻ ഫോർ വർക്ക് ഡൺ. ഓക്കെ, എഫ് എന്ന് പറയുന്ന വെക്ടർ ഫീൽഡ് ഒരു ഫോഴ്സ് ഫീൽഡ് ആണെങ്കിൽ, ഓക്കെ, സി ആ ഫോഴ്സ് ഫീൽഡിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു പാരാമീറ്ററൈസ്ഡ് കർവ് ആണെങ്കിൽ നമുക്ക് ഒരു പാർട്ടിക്കിളിനെ, ഓക്കെ, എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഫീൽഡ് കൊണ്ട് ഒരു പാർട്ടിക്കിളിനെ സിയിൽ കൂടെ, ഇപ്പൊ സി സ്റ്റാർട്ട് ചെയ്യുന്നത് എ തൊട്ട് ലെറ്റ്സ് സേ ബി വരെ ആണെങ്കിൽ ഈ പാർട്ടിക്കിളിനെ എ തൊട്ട് ബി വരെ ഈ ഫോഴ്സിലൂടെ ട്രാവൽ ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് ആക്ച്വലി ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി എന്ത് ഡിഫൈൻ ചെയ്തത്? ലൈൻ ഇന്റഗ്രൽസ് ഓവർ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞ നോഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. സോ വർക്ക് ഡൺ for a particle through a vector field, force field F through the curve C is actually defined as integral over C F dot dr. അപ്പോൾ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഡിസ്കഷൻ സ്പേസിലുള്ളത്. ഒന്ന്, എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന വെക്ടർ ഫീൽഡിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലൈൻ ഇന്റഗ്രൽസ് എങ്ങനെ കണ്ടുപിടിക്കാം, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ ഫിസിക്കൽ മീനിങ് എന്താണ്? അതിന്റെ ഫിസിക്കൽ മീനിങ് എന്താണ്? വർക്ക് ഡൺ എന്നുള്ളതാണ് അതിന്റെ ഫിസിക്കൽ മീനിങ്. അത് 2 ഡയമെൻഷൻ കേസ് ആണെങ്കിലും 3 ഡയമെൻഷൻ കേസ് ആണെങ്കിലും വർക്ക് ഡൺ എന്ന് പറയുന്ന നോഷനാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. യു വിൽ ഡിസ്കസ് 2 പ്രോബ്ലംസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം ഇതാണ്. ഇവാലുവേറ്റ് the work done by the force field f of xy is equal to yi minus xj over the curve C, where C is the triangular path with vertices A, which is 0, 0, B, 1, 0, C, 1, 2. ഇവിടുത്തെ ഈ സി എന്ന് പറയുന്ന ഈ പോയിന്റും സി എന്ന് പറയുന്ന കർവും രണ്ടാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഫോഴ്സ് ഫീൽഡിന്റെ? വൈ ഐ മൈനസ് എക്സ് ജെ എന്ന് പറയുന്ന ഫോഴ്സ് ഫീൽഡിന്റെ. ഇവിടെ കർവ് തന്നിട്ടുണ്ട് സി, അത് ഒരു ട്രയാങ്കുലർ പാത്ത് ആണ്. ഈ 3 വെർട്ടീസസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കുലർ പാത്ത് ആണെന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഫ് തന്നിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? വൈ ഐ മൈനസ് എക്സ് ജെ. ഡി ആർ എന്താണ് നമുക്കറിയാം? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. ഇവിടെ 2 വേരിയബിൾസേ ഉള്ളൂ. അപ്പൊ എഫ് ഡോട്ട് ഡി ആർ, ഇന്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ ഓവർ സി, ഇത് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ. ഇതാണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പക്ഷെ ഇവിടുത്തെ പ്രശ്നം സി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ റീജിയൻ ആണെന്നേ തന്നിട്ടുള്ളൂ. അതിന്റെ പാരാമീറ്ററൈസേഷൻ തന്നിട്ടില്ല. ഓക്കെ, അതിന് എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, സെഡ് ഓഫ് ടി എന്ന രൂപത്തിൽ എഴുതുന്ന രൂപത്തിൽ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, പക്ഷെ സി നമുക്ക് തന്നിട്ടുണ്ട് എന്താണെന്ന്, ഒരു ട്രയാങ്കുലർ റീജിയൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എക്സ് വൈ പ്ലെയിൻ എടുക്കുന്നു. 0, 0 ആണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എ. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ 1, 0. സോ 1, 0 ഈസ് ദിസ്. ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1, 2. സോ 1, 2 എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ ഇവിടെയാണ്. ഇതാണ് നമ്മുടെ സി. സോ ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ റീജിയൻ. ഓക്കെ, സോ ട്രയാങ്കിൾ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റീജിയൻ. ഇത് മൊത്തത്തിലാണ് നമ്മുടെ റീജിയൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഈ റീജിയൻ ആക്ച്വലി 3 പാർട്സ് ഉണ്ട്. ഈ പാർട്സ് ആണ് C1, ഈ പാർട്ടാണ് C2, ഈ പാർട്ടാണ് C3. അപ്പൊ C1 കൂടെ പോയി C2 കൂടെ പോയി C3 കൂടെ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ റീജിയൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് C ആക്ച്വലി 3 പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. C എന്ന് വെച്ചാൽ C1 യൂണിയൻ C2 യൂണിയൻ C3. ഓക്കെ, കാരണം ഇതിന്റെ ഒരു ട്രയാങ്കുലർ പാത്ത് ആയതുകൊണ്ട് ഇത് ആക്ച്വലി ഒരു സ്മൂത്ത് അല്ല. ഇതിന്റെ എൻ പോയിന്റ്സിൽ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെടുന്നുണ്ട്, ഷാർപ്പ് എഡ്ജസ് ആണ്. നമ്മൾ സാധാരണ ഇന്റഗ്രൽസ് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും സ്മൂത്ത് ആയിട്ടുള്ള പാത്തുകളിലാണ്. അപ്പൊ സ്മൂത്ത് ആയിട്ടുള്ള പാത്തുകൾ അല്ലെങ്കിൽ അതിനെ സ്മൂത്ത് ആയിട്ടുള്ള ചില സബ് പാത്തുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ പാത്തിലുമുള്ള ഇന്റഗ്രൽസ് സം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പൊ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ
ഇപ്പൊ 3 സ്മൂത്ത് പാത്തുകളുണ്ട്. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 എഫ് ഡോട്ട് ഡി ആർ പ്ലസ് ഇന്റഗ്രൽ ഓവർ C3 എഫ് ഡോട്ട് ഡി ആർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സ്മൂത്ത് അല്ല, ടോട്ടലി സ്മൂത്ത് അല്ല. ഇതിന്റെ എൻഡിൽ സ്മൂത്ത് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്മൂത്ത് ആയിട്ടുള്ള 3 ഡിഫറെന്റ് പാർട്ട് ആക്കി കൺസിഡർ ചെയ്തിട്ട് അതിന്റെ സം ആക്കി എടുത്തത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോ C1 C2 C3 എന്ന് പറയുന്ന ഓരോ പാത്തും എടുക്കാം. അപ്പൊ അതിന്റെ പാരാമീറ്ററൈസേഷൻ നമ്മൾ അറിയണം, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം ഓൺ C1 എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്. C1 എന്ന് വെച്ചാൽ എന്ത് തൊട്ട് എന്ത് വരെയുള്ള സ്ട്രൈറ്റ് ലൈൻ ആണ്? 0 തൊട്ട് എന്ത് വരെ 10 വരെയുള്ള സ്ട്രൈറ്റ് ലൈൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പാരാമീറ്ററൈസേഷൻ നമുക്ക്, ഇതിന്റെ എക്സ് ഓഫ് ടി അറിയണം, വൈ ഓഫ് ടി നമുക്ക് അറിയണം. ഓക്കെ, ഇനി നമുക്കറിയാം, നമുക്ക് 2 ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ ലൈൻസ് തമ്മിലുള്ള പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഈസിയാണ്. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയും, നമുക്ക് 3 ഡയമെൻഷൻ കേസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട്. ലെറ്റ്സ് സേ നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് x1 y1 z1 പിന്നെ x2 y2 z. ഇത് തമ്മിലുള്ള സ്ട്രൈറ്റ് ലൈൻ ആണ് നമ്മുടെ പോയിന്റ്. ഞാൻ 3 ഡയമെൻഷണൽ കേസ് പറയുന്നത് നിങ്ങൾക്ക് 3 ഡയമെൻഷണൽ കേസ് വന്നാലും ചെയ്യാനുള്ള സൗകര്യം വെച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ പാരാമീറ്ററൈസേഷൻ അറിയണം. പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കുന്ന എളുപ്പമാണ്. അപ്പോൾ ഫസ്റ്റിന്റെ പാരാമീറ്ററൈസേഷൻ x1 പ്ലസ് x2 മൈനസ് x1 ഇൻറ്റു ടി ആണ് ഫസ്റ്റ് കമ്പോണന്റിന്റെ പാരാമീറ്ററൈസേഷൻ. സെക്കൻഡ് കമ്പോണന്റ് പാരാമീറ്ററൈസേഷൻ y1 പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു ടി. അതായത് നമ്മുടെ ലൈൻ ആണല്ലോ, അപ്പൊ ലൈനിന്റെ പാരാമീറ്ററൈസേഷൻ എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, മൂന്നാമത്തേതിന്റെ z1 പ്ലസ് z2 മൈനസ് z1 ഇൻറ്റു ടി എന്നുള്ളതാണ് പാരാമീറ്ററൈസേഷൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ സെഗ്മെന്റ്സ് തമ്മിലുള്ള പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കുന്ന മെത്തഡോളജിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ലൈൻ സെഗ്മെന്റ്സിന്റെ കേസ് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കിവിടെ പോയിന്റ് ഉണ്ട്. x1 എന്ന് വെച്ചാൽ 0 ആണ്, x2 മൈനസ് x1 എന്ന് വെച്ചാൽ 1 മൈനസ് 0 ഈസ് 1. സോ പാരാമീറ്ററൈസേഷൻ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? 0 പ്ലസ് x2 മൈനസ് x1 ഈസ് 1 ഇൻറ്റു ടി ഈസ് ടി. ഓക്കെ, അപ്പൊ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്? ടി ആണ്. ഇനി y ഓഫ് ടി എന്താണ്? y1 എന്ന് വെച്ചാൽ 0 പ്ലസ് y2 മൈനസ് y1, 0 മൈനസ് 0 ഈസ് 0 ടൈംസ് ടി, സോ വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ നമ്മുടെ ഇവിടുത്തെ പാരാമീറ്ററൈസേഷൻ എക്സ് ഓഫ് ടി എന്താണ്? ടി ആണ്. y ഓഫ് ടി എന്താണ്? 0. ഇതാണ് നമ്മുടെ പാരാമീറ്ററൈസേഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. ഇന്റഗ്രൽ എഫ് ഡോട്ട് എന്ത് പറ ഡി ആർ. എഫ് ഡോട്ട് ഡി ആർ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച അതിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റഗ്രൽ ഓവർ സി വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ. ഇന്റഗ്രൽ ഓവർ സി, ഇപ്പൊ ഇവിടെ ആദ്യം C1 ആണ്, y dx മൈനസ് എക്സ് ഡി വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ടിയുടെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെയാണ്? 0 തൊട്ട് എന്ത് വരെയാണ്? 1 വരെയാണ് വാല്യൂ. അപ്പം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, കാരണം ഇവിടെ എക്സ് ഓഫ് ടി എന്താണ്? ടി ആണ്. എക്സിന്റെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെ വരുന്നുണ്ട്? 0 തൊട്ട് 1 വരെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് 0 തൊട്ട് 1 വരെ ആയിട്ട് ടിയുടെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എക്സ് ഓഫ് ടി നമുക്ക് ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അപ്പം ഇന്റഗ്രൽ 0 ടു 1 ആണ്. വൈ ഓഫ് ടി എന്താണ്? ആക്ച്വലി വൈ ഓഫ് ടി കേസിൽ എന്താണ്? 0 ആണ്. അപ്പൊ 0 ഡി എക്സ് മൈനസ് എക്സ് ഓഫ് ടി എന്താണ്? 1 ആണ്. ഓക്കെ, 1 ഡി വൈ എന്നുള്ള ഫോമിലാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ. ഇനിയും നമുക്കറിയാം ഇത് 1 ഡി വൈ എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഡി എക്സ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു എക്സ് ഡാഷ് ടി ഡി ടി ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഇതിന്റെ കേസിൽ വൈ ഡാഷ് ടി ഡി ടി ആണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സ് ഓഫ് ടി എന്താണ്? ടി ആയതുകൊണ്ട് എക്സ് ഡാഷ് ടി എന്താണ്? 1 ഡി ടി എന്ന് വരും. വൈ ഡാഷ് ടി വൈ ഓഫ് ടി എന്തായതുകൊണ്ട് 0 ആയതുകൊണ്ട് വൈ ഡാഷ് ടി എന്ത് കിട്ടും? 0 ഡി ടി എന്ന് കിട്ടും. സോ ദിസ് ഈസ് ആക്ച്വലി ഇന്റഗ്രൽ 0 ടു 1 0 ടൈംസ് എക്സ് ഡാഷ് ടി എന്താണ്? 1 ഡി ടി മൈനസ് 1 ഇൻറ്റു വൈ ഡാഷ് ടി എന്താണ്? 0 ഡി ടി എന്ന് കിട്ടും. സോ ആക്ച്വലി ദിസ് ഈസ് 0 മൈനസ് 0യുടെ ഇന്റഗ്രൽ ആണ്, വിച്ച് ഈസ് ആക്ച്വലി 0 ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നു. സോ ഇന്റഗ്രൽ ഓവർ C1 എഫ് ഡോട്ട് ഡി ആർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇനി അടുത്തതാണ് നമ്മുടെ രണ്ടാമത്തെ കർവ് C2. C2 എന്ന് വെച്ചാൽ പോയിന്റ്സ് എന്തൊക്കെയാണ്? സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. 1 0 തൊട്ട് 1 2 വരെയുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ ഇവിടുത്തെ 1 0 തൊട്ട്
2 വരെയുള്ള പോയിന്റ് ആണ്. അപ്പോൾ പാരാമീറ്ററൈസേഷൻ എക്സ് ഓഫ് ടി കണ്ടുപിടിക്കണം. എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇവിടുത്തെ പോയിന്റ് x1 ഇതാണ്, x2 ഇതാണ്. സോ വിച്ച് മീൻസ് x1 plus x2 minus x1. So this is x1 y1, this is x2 y2. So x1 plus x2 minus x1. x2 minus x1 is 1 minus 1 into t. So this is actually 1 minus 1 is 0. So this is 1. Okay. So ഇനി അടുത്തത് y of t ആണ്. y of t എന്ന് വെച്ചാൽ എന്താണ്? y1 0 plus y2 minus y1. അതായത് y2 എന്ന് വെച്ചാൽ 2 ആണ്. 2 minus 0 into t എന്ന് കിട്ടും, which is actually 2t. ഓക്കെ. അപ്പം നമുക്ക് വാല്യൂ കിട്ടി. ഇനിയും എക്സ് ഓഫ് ടി ഈക്വൽ ടു അപ്പോൾ 1 എന്ന് കിട്ടി. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എക്സ് ഡാഷ് ടി ഡി ടി കണ്ടുപിടിക്കാം. എക്സ് ഡാഷ് ടി എന്ത് കിട്ടും? പറ 0 ഡി ടി എന്ന് കിട്ടും. ഇനി വൈ ഓഫ് ടി എന്ത് കിട്ടി? പറ 2t എന്ന് കിട്ടി. സോറി 2t എന്ന് നമുക്ക് വാല്യൂ കിട്ടി. ഓക്കെ. അപ്പോൾ വൈ ഡാഷ് ടി ഡി ടി എന്ത് കിട്ടും? പറ 2dt എന്ന് നമുക്ക് കിട്ടും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ടിയുടെ വാല്യൂ 0 തൊട്ട് 1 വരെയാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരെ. കാരണം അങ്ങനെയാണ് പാരാമീറ്ററൈസേഷൻ. കാരണം 0യുടെ വാല്യൂ 1 ആകുമ്പോൾ ടിയുടെ വാല്യൂ 1 ആകുമ്പോൾ 2t എന്താകും? 2 ആകും. ടിയുടെ വാല്യൂ 0 ആകുമ്പോൾ 2t എന്താകും? 0. അപ്പോൾ 0 തൊട്ട് 2 വരെയാണ് വൈയുടെ വേരിയേഷൻ. അപ്പോൾ ഇതിന്റെ ടിയുടെ വാല്യൂ 0 തൊട്ട് 1 വരെയാണ്. നമുക്ക് കിട്ടേണ്ട എല്ലാ വാല്യൂസും കിട്ടി. അപ്പോൾ ഇന്റഗ്രൽ ഓവർ c2 എഫ് ഡോട്ട് ഡി ആർ ആണ് നമ്മുടെ അടുത്ത വാല്യൂ. സോ ഇന്റഗ്രൽ ഓവർ 0 to 1. ഇവിടെ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ആണ്. അപ്പോൾ വൈ ഓഫ് ടി എന്ന് വെച്ചാൽ നമ്മുടെ കേസിൽ വൈ ഓഫ് ടി എന്താണ്? 2t ഇൻറ്റു എക്സ് ഡാഷ് ടി ഡി ടി എന്ന് വെച്ചാൽ 0 ഡി ടി എന്ന് വരും, മൈനസ് എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടി എന്ന് വെച്ചാൽ എന്താണ്? പറ 1 ആണ്, ഇൻറ്റു വൈ ഡാഷ് ടി ഡി ടി എന്ന് വരും. വൈ ഡാഷ് ടി ഡി ടി ഈസ് ഈക്വൽ ടു 2 ഡി ടി എന്ന് വരും. സോ ദിസ് ഈസ് ഇന്റഗ്രൽ 0 to 1 മൈനസ് 2 ഡി ടി എന്ന് വരും. So minus 2 into t from 0 to 1. കാരണം 1 in integral t ആണ്. So which means 1 minus 0 എന്ന് വരും, which is equal to minus 2 എന്നാണ് ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ റീജിയൻ ആണ് നമുക്ക് നോക്കേണ്ടത്. ഇത് മൂന്നൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ. ഇനി അടുത്ത C3 ആണ്. അപ്പോൾ C3 പോയി നോക്കണം. C3 എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെ? 1 2 തൊട്ട് 0 0 വരെയുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ. 1 2 തൊട്ട് 0 0. സോ 1 2 തൊട്ട് 0 0 വരെയുള്ള പോയിന്റ് ആണ്. സോ ഇവിടെ നമുക്ക് പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കണം. സോ ഇത് x1t ആണ്, ഇത് x ആണ്, ഇത് y x1 x2 x1 y1 x2 y2 എന്നുള്ള ഫോമിലാണ്. സോ x1 y1 x2 y2. അപ്പോൾ x ഓഫ് ടി കണ്ടുപിടിക്കണം. x ഓഫ് ടിയുടെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ x1 അപ്പോൾ 1 പ്ലസ് x2 minus x1. x2 minus x1 is 0 minus 1 into t. So this is 1 minus t എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് y of t വേണം. y of t is equal to എന്താണ്? പറ y1 എന്ന് വെച്ചാൽ എന്താണ്? 2 പ്ലസ് y2 minus y1. അതായത് 0 minus 2 into t. So this is 2 minus 2t എന്ന്. ഓക്കെ. ഇവിടെ തന്നെ എക്സ് ഡാഷ് ടി ഡി ടി കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ഡാഷ് ടി ഡി ടി എന്ന് വെച്ചാൽ 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ടി ഡെറിവേറ്റീവ് മൈനസ് 1 ഡി ടി, അതായത് മൈനസ് ഡി ടി എന്ന് എഴുതാം. ഓക്കെ. ഇവിടെ തന്നെ വൈ ഡാഷ് ടി ഡി ടി എഴുതാം. വൈ ഡാഷ് ടി 2ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് മൈനസ് 2 ഡി ടി എന്ന് എഴുതാം. ഓക്കെ. സോ ഇനി അടുത്തത് ഇന്റഗ്രൽ ഓവർ C3 എഫ് ഡോട്ട് ഡി ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഇന്റഗ്രൽ ഇവിടെയും 0 to 1 തന്നെയാണ്. നിങ്ങൾ ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. കാരണം നമ്മൾ എപ്പോഴും ലൈൻ സെഗ്മെന്റ്സ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എടുക്കുമ്പോൾ ടിയുടെ വാല്യൂ എപ്പോഴും 0 തൊട്ട് 1 വരെ തന്നെയാണ്. അത് ത്രൂ ഔട്ട് നോക്കുക. സോ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ ഇന്റഗ്രൽ 0 to 1 വൈ ഓഫ് ടി എന്തായിരുന്നു ഇവിടെ? 2 minus 2t into dx എന്ന് വെച്ചാൽ എക്സ് ഡാഷ് ടി ഡി ടി. സോ വിച്ച് ഈസ് മൈനസ് ഡി ടി മൈനസ്, ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റഗ്രൽ അങ്ങ് എഴുതാണ്. ഇന്റഗ്രൽ 0 to 1. ഇനി എക്സ് എന്തായിരുന്നു? പറ എക്സ് 1 minus t ഇൻറ്റു വൈ ഡാഷ് ടി ഡി ടി എന്താണ്? മൈനസ് 2 ഡി ടി എന്ന് നമുക്ക് എഴുതാം.
നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി ഇൻ്റഗ്രൽ 0 to 1. നമ്മൾ പ്രീവിയസ് സ്ലൈഡിലേക്ക് നോക്കുമ്പോൾ ദിസ് ഈസ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 + 2t. ഇത് മൈനസ് ഇവിടെ വീണ്ടും, സോ ദ ആൻസർ ഈസ് -2 + 2t. നമ്മൾ ഒരുമിച്ച് എഴുതാനുള്ളൊരു ശ്രമമാണ്, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടുത്തെ മൈനസ് കൂടെ ആവും, മൈനസും മൈനസും എന്താവും +2. ഇവിടുത്തെ 3 മൈനസ് ആകുമ്പോൾ മൈനസ് ആകും. സോ +2 - 2t എന്ന് വരും. സോ +2 - 2t ഇൻറ്റു dt. നമ്മൾ ഒരുമിച്ച് അങ്ങ് എഴുതാണ്. ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടുമ്പോൾ അത് സം ചെയ്യുമ്പോൾ 0 കിട്ടും. 0യുടെ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ എന്താണ്? 0. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടാണ്, നമ്മൾ ഈ കേസിൽ 0 ആയിട്ടാണ്. അപ്പോൾ നമുക്ക് 3 റീജിയനിലുള്ള ഇൻ്റഗ്രലും കിട്ടി. സോ ഇൻ്റഗ്രൽ ഓഫ് c f.dr അതാണ് വർക്ക് ഡൺ, വിച്ച് ഈസ് ഇൻ്റഗ്രൽ ഓവർ c1 f.dr പ്ലസ് ഇൻ്റഗ്രൽ ഓവർ c2 f.dr പ്ലസ് ഇൻ്റഗ്രൽ ഓവർ c3 f.dr. ഓക്കെ, സോ ദിസ് ഈസ് ഇൻ്റഗ്രൽ ഓവർ c1 എന്ന് വെച്ചാൽ 0 ആണ്, ഇൻ്റഗ്രൽ ഓവർ c2 എന്ന് വെച്ചാൽ -2 ആണ്, ഇൻ്റഗ്രൽ ഓവർ c3 എന്ന് വെച്ചാൽ 0 ആണ്. സോ ദ ആൻസർ ഈസ് -2. ദിസ് ഈസ് ദ വർക്ക് ഡൺ. ഓക്കെ, നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് നമ്മൾ വെക്റ്റർ ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽസ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.